ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതിയും എം എസ് സൊല്യൂഷൻ സിഇഒയുമായ ഷുഹൈബ് കീഴടങ്ങി. അതേസമയം കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം. റിമാൻഡിലുള്ള 2ാം പ്രതി ഫഹദ്, 3ാം പ്രതി ജിഷ്ണു എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ അറസ്റ്റിലായ അധ്യാപകൻ്റെ ഒരു പ്യൂണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യമല്ല. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകനെ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ സ്ഥാപനം ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതിയും എം എസ് സൊല്യൂഷൻ സിഇഒയുമായ ഷുഹൈബാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരാളാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തൊട്ടു മുൻപാണ് മുഹമ്മദ് ഷുഹൈബ് ഇവിടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഏകദേശം 1:10 കൂടിയാണ് ഷുഹൈബ് കീഴടങ്ങാൻ എത്തിയത്. അദ്ദേഹം കാറിലെത്തി നേരെ ായിരുന്നു. അതിനിടെയാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്, ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് മറുപടി നൽകിയത്. അതായത് ഒരു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനം, വലിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനം, അവരാണ് ഇതിന് പിറകിലെന്ന സൂചന നൽകിക്കൊണ്ടുള്ള ഒരു ആരോപണമാണ് ഈ എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ഫഹദ്, കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ഫഹദ് സെപ്റ്റംബറിലാണ് തൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നത്. അത് ഈ സ്ഥാപനം പറഞ്ഞയച്ചതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഷുഹൈബ് ആരോപിച്ച സ്വകാര്യ ട്യൂഷൻ സ്ഥാപനം, ആ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിന് 5 ലക്ഷം രൂപയുടെ ഓഫർ വരെ നൽകിയിട്ടുണ്ടെന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ഷുഹൈബ് കീഴടങ്ങുന്ന വേളയിൽ ഉന്നയിക്കുന്നു. അല്പം മുൻപാണ് ഷുഹൈബ് കീഴടങ്ങിയത്. ഇപ്പോൾ ഇവിടെ ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ ഇല്ല. അവർ വന്നതിന് ശേഷമായിരിക്കും ഷുഹൈബിനെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് പിന്നീട് കോടതിയിൽ ഉൾപ്പെടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലടക്കം ഹാജരാക്കുക. ഇന്നാണ് ഹൈക്കോടതി ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ആ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ ഷുഹൈബ് ഇവിടേക്ക് എത്തി കീഴടങ്ങുകയായിരുന്നു. മറ്റൊരു സംഭവവികാസം ഈ കേസിലുള്ളത്, 1ാം പ്രതി മുഹമ്മദ് ഷുഹൈബാണ്. 2ാം പ്രതി ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള എം എസ് സൊല്യൂഷൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള ഫഹദാണ്. 3ാം പ്രതി മറ്റൊരു അധ്യാപകനായിട്ടുള്ള ജിഷ്ണുവാണ്. ഇതിൽ 2ഉം 3ഉം പ്രതികൾ നേരത്തെ റിമാൻഡിൽ കഴിഞ്ഞു വരികയായിരുന്നു. അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ചിരിക്കുന്നു. അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആ ജാമ്യം അനുവദിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഷുഹൈബ് ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്ന് കീഴടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഫഹദിൻ്റെയും ജിഷ്ണുവിൻ്റെയും ജാമ്യം ക്രൈംബ്രാഞ്ചിന് വലിയൊരു തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഫഹദിനും ജിഷ്ണുവിനും വേണ്ടി 3 ദിവസത്തെ ഒരു കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകിയിരുന്നത്. അത് നൽകിയിരുന്നത് താമരശ്ശേരി കോടതിയിലാണ്. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അതിനിടെയാണ് ഇവർക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ ആ ഒരു തിരിച്ചടിയിൽ നിന്നും ഉള്ള വലിയൊരു ആശ്വാസമാണ് ഇന്നിപ്പോൾ ഷുഹൈബിൻ്റെ ജാമ്യം തള്ളിയതും ഷുഹൈബ് ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയതും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഷുഹൈബ് ഉന്നയിച്ചതുപോലെ ഏതാണ് ആ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനം, പ്രത്യേകിച്ച് കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട 2 ട്യൂഷൻ സ്ഥാപനങ്ങൾ, ഒന്ന് എം എസ് സൊല്യൂഷനാണ്, മറ്റേത് ഏതാണ് എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും ആ ഒരു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനത്തിനെതിരെ തന്നെയാണോ ഷുഹൈബ് ആരോപണം ഉന്നയിക്കുന്നത്? ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഏതാണ് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൽ നേരത്തെ KSU അടക്കമുള്ളവർ എം എസ് സൊല്യൂഷനെതിരെയും മറ്റൊരു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനമായ സൈര്യത്തിനെതിരെയും എല്ലാം തന്നെ പരാതി നൽകിയിരുന്നെങ്കിലും അന്ന് ഈ എം എസ് സൊല്യൂഷൻ്റെ പങ്ക് മാത്രമായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് എന്ന ആരോപണം ഇന്നലെ തന്നെ KSU ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഇന്ന് ഷുഹൈബ് മറ്റൊരു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനത്തിനെതിരെ കൂടി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ശരി റിയാസ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്. ഷാബാസ് കൊലക്കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് ആക്രമണം ആസൂത്രണം ചെയ്തവരിലേക്കും അന്വേഷണം. മെറ്റാ വിവരം ലഭിച്ച ശേഷം കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കും.